ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷിങ്കുവിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മാങ്ങാച്ചാറാണ് കേട്ടോ. അപ്പൊ ഈ മാങ്ങാച്ചാറ് കാണുമ്പോൾ തന്നെ എല്ലാവരുടെ വായിൽ ഇത്തിരി വെള്ളം വരുന്നുണ്ടാവൂല്ലേ? അതെ, നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു മാങ്ങാച്ചാറാണ്. അപ്പൊ ഇതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അപ്പൊ ഇതെങ്ങനെ തയ്യാറാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇനി നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് ഈ അച്ചാർ എങ്ങനെയാ തയ്യാറാക്കുക എന്നുള്ളത് ഈ വീഡിയോയിലൂടെ കാണാം. അപ്പൊ ഇതിനായിട്ട് ഞാൻ ഇവിടെ ഇതേ ടൈപ്പിലുള്ള മാങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പൊ ഈ മാങ്ങ നല്ല മാംസമുള്ള മാങ്ങയാണ്, പേരെനിക്കറിയില്ല. അപ്പൊ ഇങ്ങനെയുള്ള മാങ്ങയാണ് നമ്മൾ ഈ അച്ചാർ തയ്യാറാക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിനെ നല്ല രീതിയിൽ തന്നെ ഒന്ന് വാഷ് ചെയ്തെടുക്കണം. അതിനുശേഷം ഇത് കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇതിനെ ഒരു തുണി വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ട് അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് കളയണം. കാരണം നമ്മൾ ഇത് അച്ചാർ ഉണ്ടാകുമ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ അച്ചാർ പൂത്തുപോകും. അപ്പൊ അങ്ങനെ ഇല്ലാണ്ടിരിക്കാനായിട്ട് ഇതിനെ നല്ല രീതിയിൽ നമ്മൾ തുടച്ച് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ആദ്യം നമുക്ക് ഇതിനെ കട്ട് ചെയ്തിട്ട് ഈ ഒരു സൈസിലാണ് ഞാനിത് അരിഞ്ഞെടുക്കുന്നത് കേട്ടോ. അപ്പൊ ഇതേ രീതിയിൽ തന്നെ ഒന്ന് അരിഞ്ഞെടുക്കുക. അപ്പൊ ഇത്രയും വലുപ്പത്തിലാണ് നമ്മളിത് അരിഞ്ഞെടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ ഇതേ ഒരു സൈസിലാണ് ഇതൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെ നമ്മുടെ കട്ടിങ്ങിന്റെ ലാസ്റ്റ് എത്തി. അപ്പൊ ഇത്രയും അളവിൽ നമ്മൾ ഇവിടെ അത് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം. അപ്പൊ ഇവിടെ 3 തുടം വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത്രയും സൈസിൽ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, ഇതൊരു 4 വലിയ ടൈപ്പ് പച്ചമുളകാണ്. പിന്നെ കറിവേപ്പില ഒരു 3 തണ്ട് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കണം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇഞ്ചി ഒന്ന് ഇതേ രീതിയിലൊന്ന് തൊലി കളഞ്ഞെടുക്കാം. അതിനുശേഷം ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്കൊന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് വാഷ് ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് ആദ്യം തന്നെ ഇഞ്ചി ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ എപ്പോഴും നമ്മൾ അരിഞ്ഞെടുക്കുമ്പോൾ നല്ല നൈസായിട്ട് തന്നെ അരിഞ്ഞെടുക്കാനായിട്ട് നോക്കുക. അപ്പൊ ഞാൻ ഇതിന്റെ സൈസ് ഇവിടെ കാണിച്ചു തരാം. ഇത്ര രീതിയിലാണ് നമ്മൾ ഇതിവിടെ അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് അരിഞ്ഞെടുക്കണം. അപ്പോൾ പച്ചമുളകും ഇതേപോലെ തന്നെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഒരു ക്രോസ് ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പൊ അത് ആ ഇതിൽ കെടുക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗിയും കൂടി ഉണ്ടാവും. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കറിവേപ്പിലയും കൂടി മാറ്റി വെക്കാം. അതിനുശേഷം വെളുത്തുള്ളി. ഇപ്പൊ ഈ വെളുത്തുള്ളി ഞാൻ ഇതില് വലിയ അല്ലി വെളുത്തുള്ളിയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ബാക്കി നമുക്ക് അതേപോലെ തന്നെ അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 4 വറ്റൽമുളക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വറ്റൽമുളക് നമുക്കൊരു സിസർ ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ ഉലുവ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ 2 ടീസ്പൂൺ കടുകും കൂടി ആഡ് ചെയ്തിട്ട് ഇതിനൊന്ന് നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കണം. അപ്പൊ ഇത് വറുക്കുമ്പോൾ നമുക്കറിയാം ഇത് പാകമായി കഴിഞ്ഞാൽ ഈ കടുക് ഒന്ന് ഇതിൽ കിടന്നിട്ട് ഇങ്ങനെ പൊട്ട് വരും. അപ്പൊ ഇതാണ് അതിന്റെ പരുവെന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ ഫ്ലെയിം ഓഫ് ചെയ്യാം. മാത്രമല്ല ഇത് പൊടിച്ചിട്ടാണ് നമ്മൾ ഈ അച്ചാറിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഒരു അടി കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഇതിലേക്ക് നല്ലെണ്ണയാണ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഞാൻ ഇത്രയും അളവിൽ നല്ലെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കായ ഉണ്ടല്ലോ, ഇതില്ല മുഴുവൻ കായം ഉണ്ടല്ലോ, അത് ഇട്ടിട്ട് ഇതിനൊന്ന് ഇതിൽ കിടന്നിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ കായ ഇവിടെ നല്ല രീതിയിൽ തന്നെ റോസ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഈ എണ്ണയിൽ നിന്നൊന്ന് മാറ്റി വയ്ക്കാം. അങ്ങനെ അത് തണുത്ത് കഴിഞ്ഞാൽ കടുകിന്റെ ഉലുവയും കൂടെ ഇതും കൂടി ഒന്ന് പൊടിച്ചെടുക്കണം. ഇനി ഇതേ ഓയിലിലേക്ക് തന്നെ നമുക്ക് ഇത്തിരി കടുക് ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഉലുവ ഇത്തിരി ഇട്ടാൽ മതി, കാരണം നമ്മൾ ഓൾറെഡി പൊടിച്ചെടുക്കുന്നതുകൊണ്ട് കയ്പ്പ് കൂടും. അങ്ങനെ ഇതൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഇത് നല്ല രീതിയിൽ മൂത്ത് വരുമ്പോഴാണ് കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ. അങ്ങനെ ഇതൊന്ന് ജസ്റ്റ് ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇതിനെ നല്ല രീതിയിൽ പാകാവുന്ന രീതിയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പൊ ജസ്റ്റ് ഒരു ബ്രൗൺ കളർ ആവുന്നതാണ് ഇതിന്റെ പാകം എന്ന് പറയുന്നത്. അങ്ങനെ അതായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇങ്ങനെ ഈ വറ്റൽമുളകും കൂടി ഇട്ടിട്ട് നമ്മൾ ഇതിനെ നല്ല രീതിയിൽ തന്നെ മൂപ്പിച്ചെടുക്കുക. അപ്പൊ നമ്മളെപ്പോഴും ലാസ്റ്റ് വറ്റൽമുളക് ഇട്ടാൽ മതിയിട്ട്, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് നമുക്ക് കാശ്മീരി മുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ നമ്മുടെ അച്ചാർ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ അധികം എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടിയും പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന
ഉലുവേരും കായത്തിൻ്റെയും കടുകിൻ്റെ ഒക്കെയുള്ള ആ മിക്സും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഇതിനെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇത് മൂപ്പിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും നമ്മൾ ഫ്ലെയിം വളരെ കുറച്ചിട്ട് വേണം ഇതിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ ഇതൊന്ന് മിക്സ് ചെയ്ത് പാകമായി കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഈ മാങ്ങയും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഇതിനെ മാങ്ങയുടെ എല്ലാ ഭാഗത്തേക്കും എല്ലാ ഇൻഗ്രീഡിയൻസും പിടിക്കത്തക്ക രീതിയിൽ വീണ്ടും ഇതിനെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് പാകമാക്കി എടുക്കുക. അങ്ങനെ ആ മിക്സിങ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇവിടെ പ്രോസസ്സ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ മിക്സ് ചെയ്തെടുക്കുമ്പോഴും നമ്മൾ ഈ ഫ്ലെയിം ഓഫ് ചെയ്യണില്ല കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെയാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഇതിനെ നല്ലവണ്ണം നമ്മളിവിടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ മിക്സിംഗ് ഒക്കെ ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇത്തിരി വിനാഗിരി, അതായത് ഞാനിവിടെ ഒരു 1/4 കപ്പ് വിനാഗിരിയാണ് കേട്ടോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ എപ്പോഴും മാങ്ങയിൽ പൂപ്പൽ പിടിക്കാണ്ടിരിക്കാൻ കുറച്ച് വിനാഗിരിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഇതിലേക്ക് നമുക്ക് ഇത്തിരി ശർക്കര, അതായത് അച്ചാറിന് ഒരു ചെറിയൊരു മധുരം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഇത്തിരി ശർക്കരയും കൂടി ആഡ് ചെയ്തിട്ട് ഇതിനെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആ ശർക്കരയും കൂടി എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ മിക്സ് ചെയ്തിട്ട് ലാസ്റ്റ് നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഉപ്പ് നോക്കിയപ്പോൾ ഒരു ഇത്തിരി ഉപ്പിൻ്റെ കുറവും കൂടി ഉണ്ട്. അപ്പോൾ ഇത്രയും കൂടി ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് ഇതിനെ വീണ്ടും നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ ഈ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ നമുക്കിവിടെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് ഇതിനൊന്ന് തണുക്കാനായിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അപ്പോൾ ഇതിവിടെ ഇരുന്നൊന്ന് തണുത്ത് വരട്ടെ. ഇനി നമ്മളിത് തണുത്ത് കഴിഞ്ഞാൽ ഇതേപോലെയുള്ള നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ഭരണിയിലേക്ക് ഇതൊന്ന് മാറ്റി വെക്കണം. അപ്പോൾ നമ്മളെപ്പോഴും ഭരണി എടുക്കുമ്പോൾ നല്ലതായിട്ട് ചൂടുവെള്ളത്തിലൊന്ന് വാഷ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ തുടച്ച് ക്ലീൻ ആക്കി എടുക്കണം. എന്നിട്ട് ഇതിനെ ഇതേപോലെ ഒരു ടവൽ കൊണ്ട് ഒന്ന് കെട്ടിയിട്ട് നമുക്കൊന്ന് കുറച്ച് ദിവസം ഒന്ന് മാറ്റി വെക്കാം. അങ്ങനെ ഞാനിവിടെ ഇതിനെ നല്ല രീതിയിൽ തന്നെ ഒന്ന് കെട്ടി മാറ്റി വയ്ക്കുകയാണ്. അങ്ങനെ നമുക്ക് കുറച്ച് ദിവസത്തിന് ശേഷം ഇതൊന്ന് തുറന്നു നോക്കണം. അപ്പോൾ അതേ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അങ്ങനെ നോക്കിയേക്ക് നമ്മുടെ അച്ചാർ ഇവിടെ നല്ല രീതിയിൽ പാകമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് 2 ദിവസത്തിന് ശേഷം കേട്ടോ ഞാൻ തുറന്നു നോക്കിയിട്ടുള്ളത്. അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അച്ചാറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലൊരു ജാറിലേക്ക് ഇതൊന്ന് മാറ്റി വെക്കണം. അങ്ങനെ നമ്മുടെ മാംഗോ പിക്കിൾ ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടും പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പിക്കിളാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇത് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.